ഹലോ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 10th CBSEയിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സാണ്. നമുക്ക് അറിയാവുന്നതാണ്, ഈ നമ്പേഴ്സൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്പേഴ്സ് എന്ന്? എന്താണ് നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? അതെന്താണ്? സിമ്പിൾസ് ആണല്ലേ. സിമ്പിൾസ്. നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾസ് ആണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നമ്പർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്? നമ്പേഴ്സ് ഒരുപാട് തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട് അല്ലേ, നമുക്കറിയാമല്ലേ. ഒരുപാട് തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ നമ്പർ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ. നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, നമ്മൾ എന്താണ് ആ ഒരു വേർഡിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1, 2, 3 എക്സെട്ര ഇങ്ങനെ വരുന്നതെല്ലാം കൗണ്ടിങ് നമ്പേഴ്സാണ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി നമ്മൾ രണ്ടാമത് വേറെ നമ്പറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ. ഹോൾ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഹോൾ നമ്പേഴ്സ് എന്താണ്? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. കൗണ്ടിങ് നമ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? അതിൻ്റെ അകത്ത് നമുക്ക് സീറോയും കൂടി വരുന്നുണ്ട് അല്ലേ. 0, 1, 2, 3 എക്സെട്ര ഇങ്ങനെ പോകും ഹോൾ നമ്പേഴ്സ്. ഇനി മൂന്നാമത്, ഈ ചാപ്റ്ററിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്പറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ നമ്പർ പ്രൈം നമ്പേഴ്സ്. നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് തിയറംസും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണല്ലേ. 2 ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പറിന് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ എടുക്കുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം ആ എക്സും മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം ആ നമ്പർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ പ്രൈം എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. 2ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2 ആണ്. പിന്നെ 2ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മളെ നമ്പർ സിസ്റ്റത്തിൽ തന്നെ പ്രൈം നമ്പേഴ്സിൽ ഈവനായിട്ട് വരുന്ന പ്രൈം നമ്പർ, ഒരേ ഒരു പ്രൈം നമ്പറാണ് 2 എന്ന് പറയുന്നത്. അത് ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ് 2 എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം വരുന്ന ഏതാണ്? 3 പറയുകയാണെങ്കിൽ 3ൻ്റെ ഫാക്ടേഴ്സും എന്താണ്? 1ഉം 3യും മാത്രമേ ഉള്ളൂ. പിന്നെ 4 വരില്ല. കാരണം എന്തുകൊണ്ടാണ് 4 വരാത്തത്? 4 പ്രൈം നമ്പർ ആവാത്തതിൻ്റെ കാരണം എന്താണ്? 4ൽ 1, 4, 2 എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി വരുന്നുണ്ട്. സോ 4 പ്രൈം നമ്പർ ആവില്ല. പിന്നെ വരുന്നത് 5, പിന്നെ 7, പിന്നെ 11 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ നമുക്ക് വേറെ നമ്പറിനെ കുറിച്ച് പറയാം. പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കോമ്പോസിറ്റ് നമ്പേഴ്സിനെ കുറിച്ച് പറയണ്ടേ. കോമ്പോസിറ്റ് നമ്പർ എന്താണ്? പറഞ്ഞോളൂ. പ്രൈം നമ്പേഴ്സിന് നമ്മൾ എന്താ പറഞ്ഞത്? ഫാക്ടേഴ്സായിട്ട് 1ഉം ആ നമ്പർ മാത്രമേ വരത്തുള്ളൂ. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഫാക്ടേഴ്സായിട്ട് 1ഉം ആ നമ്പറും അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4ന് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അതുപോലെ തന്നെ 6 വരുമ്പോൾ എങ്ങനെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട് അല്ലേ. ഇത്രയും ഫാക്ടേഴ്സ് വരുന്നുണ്ട് കോമ്പോസിറ്റ് നമ്പേഴ്സിന്. പിന്നെ വേറെ കോമ്പോസിറ്റ് നമ്പർ ഏത് പറയാൻ പറ്റും? 8 പറയാൻ പറ്റും അല്ലേ. 8ന് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 1 ഫാക്ടറായിട്ട് വരും, 2 ഫാക്ടറായിട്ട് വരും. 3 വരുമോ? 3 വരില്ല അല്ലേ. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 8 വരുന്നില്ല. സോ അടുത്ത് 4 വരും. പിന്നെ 5 വരുമോ? 5 വരില്ല. 6 വരുമോ? 6 വരില്ല. 7 വരില്ല. പിന്നെ 8 വരും. അപ്പോൾ 8 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി നമുക്കതിൻ്റെ സിമ്പിൾസ് ആണെന്ന് പറയല്ലേ. മാത്തമാറ്റിക്സിൽ കാൽക്കുലേഷനും കൗണ്ടിങ്ങും ഒക്കെ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണെന്ന് പറയാം. ഇനി ആ നമ്പേഴ്സ് തന്നെ വിവിധ തരത്തിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഈ ചാപ്റ്ററിന് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്പേഴ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സോ ആദ്യത്തെ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, ഏതൊക്കെയാണ് കൗണ്ടിങ് നമ്പേഴ്സ്? നമ്മൾ എണ്ണം ഉപയോഗിക്കുന്ന നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3 എക്സെട്ര. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്?
ഒരു നമ്പർ പ്രൈം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ നമ്പറിന് 1ഉം 4ഉം അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇത്രയാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയാം. ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ പഠിക്കും. പിന്നെ രണ്ടാമത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലോങ് ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലോങ് ഡിവിഷൻ? ഒരു നമ്പറിനെ നമുക്ക് വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ 143 ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെച്ചോ. അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2ൽ എത്ര പ്രാവശ്യം? 1 വരില്ല, 14. അപ്പോൾ 2 7s 14 വരും. 0 3 നമ്മൾ അകത്തിറക്കുകയാണ്. 2 1s 2. സോ റിമൈൻഡർ 1. അപ്പോൾ നമുക്ക് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് നമുക്കിതിനെ ഈ 143യെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 143 = 2 × 71 + 1 ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ. ഈ റിമൈൻഡർ എന്ന് പറയുന്നത് നമ്മളെ ഡിവൈസറിനെ കാട്ടിയും ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഈ റിമൈൻഡർ എന്ന് പറയുന്നത് ഡിവൈസറിനെ കാട്ടിയും ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഇത് യൂണിക് വേയിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ യൂണിക് വേയിൽ മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. 143യെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. ഇതാണ് നമ്മളുടെ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ. ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ പറയുന്നത്. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത് ഈ ഒരു യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് തന്നെ നമുക്ക് HCF കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു നമ്പറിൻ്റെ HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് നമ്പേഴ്സിൻ്റെ HCF നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ഇവിടെ നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് ഈ ഒരു അൽഗോരിതം ഉണ്ടല്ലോ, ഈ ഒരു അൽഗോരിതം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സിൻ്റെ HCF നമുക്ക് കണ്ടുപിടിക്കണം. ഏറ്റവും ചെറിയ രണ്ട് നമ്പേഴ്സ് പറയാമോ? ഓക്കെ, 8ൻ്റെയും 6ൻ്റെയും HCF കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. അപ്പം നമ്മൾ സാധാ മെത്തേഡിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? ആദ്യം 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? 2 4, 2 3s 6. ഇനി നമുക്കിതിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലേ? 4നെയും 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ HCF ഓഫ് 8 and 6 എന്ന് പറയുന്നത് HCF ഓഫ് 8 and 6 അല്ലേ? HCF ഓഫ് 8 and 6 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? 2 എന്ന് പറയാൻ പറ്റും. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചത് ഈ രീതിയിലാണ്. ഇനി HCF നമ്മൾ എന്താണ് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട്, ഈ ഒരു അൽഗോരിതം വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8ഉം 6ഉം തന്നെ എടുക്കുകയാണെങ്കിൽ 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8നെ 6 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. സോ 6 1s 6 അല്ലേ? 2 കിട്ടും. റിമൈൻഡർ 2 കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് 8നെ അങ്ങനെ എഴുതാം. യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് 8നെ 6 × 1 + 2 എഴുതാൻ പറ്റും. ഇനി നമ്മൾ വീണ്ടും ഈ അൽഗോരിതം തന്നെ അപ്ലൈ ചെയ്യുവാണ്. ഏതിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഈ 6ലും ഈ 2ലുമായിട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പോൾ 6 = 2. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ 2 3s 6 0. അപ്പോൾ +0. അതായത് നമ്മൾ റിമൈൻഡർ 0 ആവുന്നത് വരെയും നമ്മൾ ഈ
എന്താണ് രണ്ട് നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കാനായിട്ട് റിപ്പീറ്റ് ആയിട്ട് ഈ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുക. എപ്പോഴാണ് 0 വരുന്നത് അവിടെ നമ്മൾ നിർത്തുക. അതിന് മുമ്പ് വരുന്ന റിമൈൻഡർ, അതായത് ഈ കേസിലാണെങ്കിൽ 0യ്ക്ക് മുമ്പ് വന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഈ 2 ആയിരിക്കും നമ്മൾ HCF എന്ന് പറയുന്നത്. HCF ഓഫ് 8 and 6 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ എന്നതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നത്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. പിന്നെ അല്ലാതെ അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, പ്രൂഫ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി അടുത്ത ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇവിടെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ കേസ് വരുന്നത്. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നമ്പറിനെ, ഏതൊരു നാച്ചുറൽ നമ്പർ ആയിക്കോട്ടെ കോമ്പോസിറ്റ് നമ്പർ ആയിക്കോട്ടെ, എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് യുണീക്കായിട്ട് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, 144നെ ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യുവാണ്. 2 കൊണ്ട് പറ്റും. 2 7s are 14, 2 2s are 4. ഇനി വീണ്ടും 2 കൊണ്ട് പറ്റും. 2 3s are 6, 2 6 are 12. ഇനി വീണ്ടും 2 കൊണ്ട് പറ്റും. ഇറേസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, വീണ്ടും 2 കൊണ്ട് പറ്റും. 2 കൊണ്ട് 1 ടൈം ഇവിടെ 16 വരും, 8 വരും. വീണ്ടും 2 കൊണ്ട് പറ്റും. 2 9s are 18. പിന്നെ ഇതാണ് 3 കൊണ്ട് പറ്റില്ലേ. 3 3s are 9 അല്ലേ. ഓക്കെ, സോ നമുക്ക് 144നെ എങ്ങനെ എഴുതാൻ പറ്റും? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 144നെ ഞാൻ താഴോട്ട് എഴുതാമേ. ഓക്കെ, നമുക്ക് 144നെ എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 × 2. എത്ര 2s ഉണ്ടായിരുന്നു? 1 2 3 4. 4 2s, 2 3 ഉണ്ടല്ലേ. 4 2s, 2 3. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു നമ്പറിനെ എടുത്താലും, ഏതൊരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അതിനെ നമുക്ക് പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. ഇതിന് നമുക്കിനി കുറച്ചും കൂടി സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? 2 എത്ര പ്രാവശ്യമുണ്ട്? 1 2 3 4 × 3². ഒന്നുകിൽ പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ പ്രൈംസിൻ്റെ പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ എന്താണ്, ഒരു പ്രൈം തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോണ്ട് അതിൻ്റെ പവറായിട്ട് നമ്മൾ എഴുതി, 3ൻ്റെയും പവറായിട്ട് നമ്മൾ എഴുതി. അപ്പം അതാണ് ആ ഒരു തിയറം പറയുന്നത്. ഇനി ഈ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് √9 3 ഇതൊക്കെ എന്താണ്, റാഷണൽ നമ്പർ ആണല്ലേ. അതായത് 3 നമുക്ക് 3/1 എന്ന് എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് പെർഫെക്റ്റ് റൂട്ട് അല്ലാതെ വരുന്ന സാധനങ്ങളുണ്ട്. ഏതൊക്കെ? √2 √3 √5. ഇതെല്ലാം ഇറാഷണൽ ആണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇറാഷണൽ ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് വെച്ചിട്ട് അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കും. ഇതിനെ റാഷണലാക്കി എടുത്തിട്ട് പിന്നെ കോൺട്രഡിക്ഷൻ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നെക്സ്റ്റ് പറയുന്നത്. റാഷണൽ നമ്പേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? P/Q ഫോം എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. എന്താണ്? Q ≠ 0 ആയിരിക്കും അല്ലേ. ഇവിടെ Q ≠ 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, റിപ്പീറ്റിംഗ് ആയിരിക്കും. ഒന്ന് മനസ്സിലായില്ലെന്ന് മനസ്സിലായി. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 1/2 എടുക്കുകയാണ്. 1/2 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടും അല്ലേ. 1/2 എന്ന് പറയുന്നത് 0.5 എന്ന് കിട്ടും. ഈ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എന്താണ്? ടെർമിനേറ്റിംഗ് ആണ് അല്ലേ. ഇതിനൊരു അവസാനമുണ്ട്. ഓക്കെ, ടെർമിനേറ്റിംഗ് 0.5 അവസാനിക്കുകയാണ്.
അതുപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇത് അവസാനിക്കുന്ന ഒരു ഡെസിമൽ നമ്പറാണ്, റാഷണൽ നമ്പറാണ്. പക്ഷേ 1/3 എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. പക്ഷേ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോക്കി 0.3333 എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സോ ഇത് ഈ ഒരു റാഷണൽ നമ്പർ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അതായത് ഇത് അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെ റിപ്പീറ്റും ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പം റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആണ് എന്ന് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് വെച്ചിട്ട് നമ്മൾ കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിങ്ങും ആണെന്ന് കാണിക്കും. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് എന്ന് കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഇറാഷണൽ നമ്പറിൻ്റെ ഒരു നല്ല ഇതെന്ന് പറയുന്നത് എക്സാമ്പിൾ എന്ന് പറയുന്നത് പൈയുടെ വാല്യൂമാണ് 3.14. അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകും. ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ പൈയുടെ വാല്യൂ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ആ ഒരു നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുമില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ 3 തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. പക്ഷേ ഇത് ഈ ഒരു ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കേസിലാണെങ്കിൽ അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരില്ല. അത് ഇൻഫിനിറ്റ് ടൈംസ് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. അത് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്ന സെക്ഷനിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു വയ്ക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓരോ സെക്ഷനായിട്ട് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, പഠിച്ച് നമുക്ക് ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. എൻ്റെ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഓരോ ക്ലാസ്സസും ഉണ്ടാവും. ഏതാണ് ഇതിപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ്, ഈ സെക്കൻഡ് ചാപ്റ്റർ, അങ്ങനെ 10th CBSEയുടെ എല്ലാ ചാപ്റ്ററും നമ്മൾ എടുക്കും. പിന്നെ +1 +2 അങ്ങനെ എടുക്കും. പിന്നെ 5th മുതൽ മാത്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ എൻ്റെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു. ഓക്കെ, ബൈ.